ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ജിൻഡോ ജോൺ കൂടി ചേരുന്നുണ്ട്. ജിൻഡോ, ഇപ്പോൾ ഇതാ രാഹുലിനെതിരെ ലൈംഗിക പീഡന ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ശക്തമാക്കാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് മുന്നിട്ട് ഇറങ്ങുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെയൊക്കെ വീടുകളിൽ പരിശോധന നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊക്കെ തന്നെ കൂട്ടി വായിക്കുമ്പോൾ കൃത്യമായിട്ടൊരു ആസൂത്രണം അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇങ്ങനെയെങ്കിലും പെടുത്താൻ വേണ്ടിയുള്ള ഒരു ആസൂത്രണമല്ലേ നടക്കുന്നത്? ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ കുറെ കാലമായിട്ട് 2-3 കൊല്ലമായിട്ട് കേരളത്തിലെ പോലീസ് അന്വേഷിച്ചിട്ട് യാതൊരു തെളിവും തുമ്പും കിട്ടാത്തൊരു കേസാണ് ഈ വ്യാജ ഐഡി കാർഡ് കഥ. അങ്ങനെ ഒരു സംഭവമില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ കഥ എന്ന് പറഞ്ഞത്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റു പല ആരോപണങ്ങൾ വരുമ്പോ അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടൽ നടത്തുന്ന ഒരു ശ്രമമാണ്. ചെയ്ത കുറ്റത്തിനാണ് നമ്മൾ അയാൾക്ക് ശിക്ഷ കൊടുക്കുന്നത്. ചെയ്യാത്ത കുറ്റത്തിനോ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തു എന്നോ കേട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യത്തിനുമല്ല. ഇവിടെ വ്യാജ ഐഡി കാർഡിന്റെ പേരിൽ ഇപ്പൊ നടത്തുന്ന ഈ അന്വേഷണവും ഈ റെയ്ഡും ഒക്കെ തികച്ചും രാഷ്ട്രീയ പ്രേരിതവും രാഷ്ട്രീയ വേട്ടയും തന്നെയാണ്. അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ ഞങ്ങൾ നേരിടും. കാരണം യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് അതിനെക്കുറിച്ചിട്ട് അഭിപ്രായ വ്യത്യാസമില്ല. നിങ്ങൾക്ക് ഇല്ലാത്ത പരാതി ഈ BJPയും CPM പറയുന്നത് കേട്ടിട്ട് പോലീസ് അന്വേഷിച്ചു. ഇതേവരെ പോലീസിന് ഒരു തെളിവും കണ്ടെത്താൻ പറ്റില്ല. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊരു ആക്ഷേപത്തിന്റെ നിലയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ നടപടി. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് ലൈംഗികാരോപണ കേസിലും എടുത്തിട്ടുള്ള കേസ് പോലും പ്രതിയെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതിയാണെന്ന് രാഹുലിനെ ഉറപ്പിച്ചിട്ട് ഇനി സാക്ഷിയെയും വാദിയെയും കേസും പരാതിയും ഈ ക്രൈം നടന്ന സാഹചര്യവും എന്താണ് ക്രൈം എന്നൊക്കെ ഇനി കണ്ടെത്താൻ പോവുക. ലോക ചരിത്രത്തിൽ അങ്ങനെ ആദ്യത്തെ കേസായിരുന്നു. അപ്പൊ സമാനമാണ് ഇവിടെ. രാഹുലിനെ എങ്ങനെയെങ്കിലും വേട്ടയാടുക എന്നുള്ളൊരു ലക്ഷ്യം കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസിനുണ്ട്. അതിനെ ആ രീതിയിൽ തന്നെ എതിർക്കും. അതുപോലെ തന്നെ അതായത് പ്രതി ആരാണെന്ന് മുൻകൂട്ടി തന്നെ കണ്ടുപിടിച്ചിട്ട് അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതിന്റെ ഭാഗമായിട്ട് തന്നെ വീണ്ടും ഒരു വ്യാജ ID കാർഡ് ആരോപണം ഒക്കെ തന്നെ വീണ്ടും ശക്തമാക്കി കൊണ്ടുവരുന്നു. ഇതിനൊക്കെ തന്നെ പിന്നിൽ ഉറപ്പായിട്ടും ആരാ എന്നുള്ള കാര്യം പൊതു സമൂഹത്തിന് കൃത്യമായിട്ട് തന്നെ അറിയാം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് പിണറായി വിജയൻ പോലീസിന്റെ നടപടിയിൽ ഒരു യാതൊരു ആത്മാർത്ഥവും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ P കൃഷ്ണകുമാറിനെതിരെയുള്ള പരാതിയിൽ അതിജീവിതയായിട്ടുള്ള പെൺകുട്ടി പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഇന്നലെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുഴുവൻ വിവരം കൊടുത്തിട്ടുണ്ട്, ഒരു ലെറ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വമേധയാ കേസെടുക്കണ്ടേ? എത്രയോ കേസുകളിൽ സ്വമേധയാ കേസെടുക്കണമായിരുന്നു. അന്നൊന്നും സ്വമേധയാ കേസെടുത്തിട്ടില്ല. അപ്പൊ ഇക്കാര്യത്തിൽ സ്വമേധയാ എടുത്ത കേസ് പോലെ രാഷ്ട്രീയ പ്രേരിതമാണ്. ഇപ്പോ 2-2.5-3 വർഷത്തിന് ശേഷം നടക്കുന്ന ഈ ID കാർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ റെയ്ഡും ഈ പോലീസ് വേട്ടയും ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമെന്നല്ല, രാഷ്ട്രീയ പാപ്പരത്വം കൂടിയാണ്. കേരളത്തിലെ പോലീസിന് വേറെ ഒരു പണിയില്ലല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഒരു മര്യാദ വേണ്ടേ? എത്ര കാലമായി രാഹുൽ മാങ്കൂട്ടത്തിലെ വ്യാജ ID കാർഡിന്റെ പുറകെ പോകും? അയാള് സമരം ചെയ്തതിന്റെ പേരിൽ വെളുപ്പാങ്കാലത്ത് വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് അയാളെ ജയിലിലിട്ടു. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നേതാവാക്കി വളർത്തിയതിൽ കോൺഗ്രസിനെ ആക്ഷേപിക്കുന്ന DYFIയും CPM പുനഃപരിശോധന നടത്തുന്നതാണ്. വെളുപ്പാങ്കാലത്ത് കടക്കപ്പായെന്ന് വിളിച്ച് പിടിച്ചുകൊണ്ടുപോയി ജയിലിലിട്ട് അയാളെ നേതാവാക്കിയത് കേരളത്തിലെ പോലീസാണ്. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ വ്യാജ ID കാർഡ് എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് അയാളെ നിരന്തരം വേട്ടയാടിയത് കേരളത്തിലെ പോലീസാണ്. അയാൾക്കെതിരെ വരുന്ന ഇപ്പോൾ സമീപകാലത്തുണ്ടായിട്ടുള്ള ആക്ഷേപത്തിൽ അത് പരാതിക്കാരുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. പരാതിക്കാരില്ലെങ്കിൽ ആർക്ക് പരാതി, ആരുടെ പരാതികളാണ് അന്വേഷിക്കുന്നതെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണം. ശരി, വളരെ നന്ദിയുണ്ട് ജിൻഡോ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.